അപ്പോൾ നമ്മുടെ ചേമ്പിൻ്റെയൊക്കെ ഫാമിലിയിൽപ്പെട്ട വർണ്ണച്ചേമ്പ് എന്ന് വിളിക്കുന്നത്, വർണ്ണച്ചേമ്പ് എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ അത് 2 കളറുള്ളതുകൊണ്ടാണ് വർണ്ണച്ചേമ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന സയൻറ്റിഫിക് നെയിം കലേഡിയം ബൈക്കളർ എന്ന സയൻറ്റിഫിക് നെയിമുള്ള അർക്കേഷ്യ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷിലെ കോമൺ നെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസി ലീവ്ഡ് കലേഡിയം, പിന്നെ ഹേർട്ട് ഓഫ് ജീസസ് അതായത് യേശുവിൻ്റെ മാലാഖയുടെ ചിറകുകൾ അതായത് ഏഞ്ചൽ വിങ്സ് എന്നിങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേര്. ഇത് പൊതുവേ കാടുകളിലും വുഡ്ലാൻഡ്സിലൊക്കെ വളരുന്ന മോയിസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡി ഏരിയാസിലൊക്കെ വളരുന്ന കൂടുതലായിട്ട് നേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രോപ്പിക്കൽ അമേരിക്കയാണ്, അതായത് മെക്സിക്കോ, കരീബിയൻ, സെൻട്രൽ അമേരിക്ക, പിന്നെ സൗത്ത് അമേരിക്ക എന്നീ റീജിയൻസിലാണ്. പക്ഷേ ഇത് എടുത്തേക്കുന്നത് നമ്മൾ ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാൻ കോമ്പോസിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു ട്യൂബറസ് റൂട്ടാണ്. അതായത് നമ്മുടെ മലയാളത്തിൽ എന്ന് പറയുന്നത് ഭൂകാണ്ഡം അല്ലെങ്കിൽ വേലിക്കിഴങ്ങ് എന്നൊക്കെയാണ് ഈ ട്യൂബറസ് റൂട്ട്സിന് പൊതുവായിട്ട് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇലകളാണെങ്കിൽ വലിയ ആരോ ഷേപ്പ്, അതായത് അമ്പിൻ്റെ മുന പോലെയോ ഷേപ്പുള്ള ഒരു വലിയ ഇലകളാണ് ഇതിനുള്ള, അല്ലെങ്കിൽ നമുക്കതിനെ ഹേർട്ട് ഷേപ്പ് എന്നും പറയാം. പിന്നെ ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് നല്ല വെള്ള ആന്തൂറിയം പോലെയുള്ള പൂക്കളാണ്. ഈ വീഡിയോയുടെ തന്നെ ലാസ്റ്റ് ഇതിൻ്റെ പൂക്കൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ പൂവിൻ്റെ തന്നെ താഴത്തായിട്ട് ഒരു ചെറിയ മുട്ട് പോലെയുള്ളൊരു സംഭവം. ഇലയുടെ കളറിങ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പച്ചയുണ്ട്, വെറും പച്ചയുണ്ട്, പച്ചയിൽ ചുവപ്പുണ്ട്, പിന്നെ ചുവപ്പുണ്ട്, പിന്നെ ഗ്രേ കളറിലുള്ള, പിന്നെ ഈ ഒരുപാട് ഡിസൈൻസിലുള്ള വേറെ കുറേ കളേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ എടുത്തേക്കുന്നത് പച്ചയിൽ ചുവപ്പുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടിയിലേക്ക് വരാം. അപ്പോൾ മെഡിസിനൽ പ്രോപ്പർട്ടിയിൽ ഇത് മെഡിസിൻ അല്ല എന്ന് മാത്രമല്ല, ഇതിന് നല്ല ടോക്സിറ്റി ഉണ്ട്, നല്ല ടോക്സിക്. ഇത് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് നമ്മുടെ ശരീരത്തിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും, സ്വെല്ലിംഗ് ഉണ്ടാക്കും, പിന്നെ ബ്രീത്തിങ്ങിനൊക്കെ ഡിഫിക്കൽറ്റി ഉണ്ടാക്കും, പിന്നെ സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ വളരെ കോമൺ ആണ്. ഇതിൻ്റെ വെള്ളം, അതായത് സാപ്പ് പോലെയുള്ള ഒരു ഫ്ലൂയിഡ് നമ്മുടെ കയ്യിലേക്കോ അല്ലെങ്കിൽ സ്കിന്നിലേക്കോ വീഴുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളും പെറ്റ്സൊക്കെ ഇത് കഴിക്കാതെ സൂക്ഷിക്കുക. കാരണം അലർജിക്ക് ആണ് എങ്കിൽ അത് ഈവൻ മരണം വരെ ഉണ്ടായേക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പാർഷ്യൽ ആയിട്ടുള്ള ഷെയ്ഡ്, പിന്നെ നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള സോയിൽ, പിന്നെ ടെമ്പറേച്ചർ ആണെങ്കിൽ -15°C വരെ ഈ സാധനം താങ്ങും. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് 30°C ചൂടുള്ള കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് വെറൈറ്റി ടെമ്പറേച്ചേഴ്സിൽ ഇത് അഡാപ്റ്റബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ് വാട്ടർ റിപ്പലൻ്റ് ആണ്. ഇലയുടെ മുകൾ ഭാഗം ഒരു ഹൈഡ്രോഫോബിക് വാക്സി ലെയർ കൊണ്ട് കവേർഡ് ആണ്. അതിൻ്റെ ഒരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറാണ് ഈ ഫിനോമിനു കാരണം. ഇത് എക്സാക്ട്ലി ലോട്ടസ് എഫക്റ്റ് അല്ല, ലോട്ടസ് എഫക്റ്റിനോട് വളരെ സിമിലർ ആണ്. അതായത് വെള്ളത്തുള്ളികൾ മുത്തുപോലെയായിട്ട് ഇതിൻ്റെ അന്ന് ഊർന്ന്. ഇതിൻ്റെ ക്യൂട്ടിക്കിൾ, അതായത് പുറംതൊലിയിലുള്ള ലിപ്പിഡ് ബേസ്ഡ് കോമ്പൗണ്ട്സ് ആണ് ഇതിൻ്റെ ലോ സർഫേസ് എനർജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ ലോ സർഫേസ് എനർജി കാരണം ഇതിൻ്റെ മുകളിൽ വെള്ളം സ്പ്രെഡ് ആവില്ല. അത് ഇതിൻ്റെ വാട്ടർ ലോസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ഒരു ഓർണമെൻ്റൽ അപ്പീലും കിട്ടും. അപ്പോൾ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് വളരെ ട്രഡീഷണൽ ടൈം മുതലേ ഇൻഡോർ ഡെക്കറേഷൻസിനും ഗാർഡനിങ്ങിനും ലാൻഡ്സ്കേപ്പിങ്ങിനും ഒക്കെ യൂസ് ചെയ്ത് വരുന്ന ഒന്നാണ്. ഈ പ്രോപ്പർട്ടി ബേസിക്കലി നമ്മുടെ കാറിൻ്റെ ചില്ലിലും പിന്നെ നമ്മുടെ റൈഡിംഗ് ഗ്ലാസ്സിലും പിന്നെ ഹെൽമെറ്റിലുള്ള ഗ്ലാസ്സിലൊക്കെ ഉണ്ട് എങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ചെടിയാണ്. പക്ഷേ ഇത് നല്ല ടോക്സിക് ആണ്. കുട്ടികളുള്ള വീട്ടിൽ വെക്കാതിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക.